തീർച്ചയായിട്ടും വലിയ ഞെട്ടലിൽ തന്നെയാണ് ഈ നാട്ടുകാർ മുഴുവൻ ഉള്ളത്. കാരണം 2 ദിവസം മുമ്പാണ് ഇപ്പോൾ UK പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് തിരിച്ചത്. 2 കൊച്ചുകുട്ടികളും പ്രായമായ അമ്മയും മാത്രമാണ് നിലവിൽ വീട്ടിലുള്ള. സഹോദരങ്ങളുണ്ട്, അവർ ഒരാൾ വിദേശത്ത് തന്നെയാണ് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. വീട് പണി ഏതാണ്ട് പൂർത്തിയാകാറാവുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ UK യാത്ര എന്നതുകൂടി ശ്രദ്ധേയമാണ്. നേരത്തെ ജില്ലാ ആശുപത്രിയിലെ നഴ്സ് കൂടിയാണ്. അതിൽ ദീർഘനാളത്തെ അവധിയെടുത്ത ശേഷമാണ് വിദേശത്തേക്ക് ജോലിക്കായി പോയെന്നും മനസ്സിലാക്കുന്നു. UK പോയ ശേഷം ഏതാണ്ട് ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ഇപ്പോൾ UK രഞ്ജിതയ്ക്ക് ജോലി ലഭിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്തായാലും ഈ അവധിക്ക് വന്ന ശേഷം തിരികെ ജോലിക്ക് UK പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ രഞ്ജിത ഉൾപ്പെടുന്നു എന്ന വിവരം ലഭിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നൽകുന്നത്. ആ വീടിൻ്റെ ഒരു വലിയ സങ്കടം വാക്കുകൾക്ക് അതീതമായി തന്നെ പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് കിടക്കുന്നത്. നമ്മൾ ആദ്യം ഇവരും അറിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ മുതൽ തന്നെ വീടിനുള്ളിൽ നിന്നാണ് നിലവിളിക്കുകയാണ്. അവരെ സംബന്ധിച്ചോളം വലിയ ആശ്രയമായിരുന്ന, അല്ലെങ്കിൽ അവരുടെ എല്ലാം ആയിരുന്ന മകളുടെ ഒരു വേർപാട്, അല്ലെങ്കിൽ ഇത് അവർക്ക്, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വരുമ്പോൾ അതിനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനോ പെട്ടെന്ന് സാധ്യമല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അത്തരത്തിൽ തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും കടന്നു പോകുന്നത്. വലിയ ഒരു വേദനയോടുകൂടി തന്നെ ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ വിവരം അറിഞ്ഞെത്തുന്ന പൊതുപ്രവർത്തകർ ഉൾപ്പെടെ അവർക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ നമ്മളുള്ള ഈ രഞ്ജിതയുടെ വീട്ടിലുള്ള ആൾ തന്നെയാണ്, രഞ്ജിത തന്നെയാണ് ഈ ഫ്ലൈറ്റിൽ ഉൾപ്പെട്ടതെന്നും അത്തരത്തിൽ വിവരമാണ് വില്ലേജ് ഓഫീസർ മുഖേന ഈ വീട്ടിലേക്ക് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ജില്ലാ കളക്ടറും ഈ വീട്ടിലേക്ക് സന്ദർശനം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേരള ന്യൂസിനോട് ഉൾപ്പെടെ കളക്ടർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഇവിടെ എത്തുമ്പോൾ തന്നെ 2 വീടുകൾ കാണാം. അതിൽ തൊട്ടടുത്ത വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ രഞ്ജിത താമസിച്ചിരുന്നത്. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ധാരാളം ആളുകൾ, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്.